പാർട്ട് 2. ഡി, നിന്റെ നാവ് അടുക്കി വെച്ചോ, അതാ നിനക്ക് നല്ലത്. എന്റെ നാവ് അടുക്കി വെക്കാൻ പറയുന്നു. നീ തന്നെയല്ലേ പ്രശ്നമുണ്ടാക്കിയേ, അതോ ഞാനാണോ പറയണം മിസ്റ്റർ? അവൻ വിരൽ ഞോട്ടിച്ചുകൊണ്ട് പറഞ്ഞതു. ആരും പേടിക്കണ്ട, എന്നെ അവൻ തല്ലിയതാ. ആദ്യമായിട്ടാണ് എനിക്ക് മുഖത്ത് തല്ലി കിട്ടുന്നത്. വേറെ ആരും എന്നെ തല്ലിയിട്ടില്ല. ഓ, ഇത്രയും വേദന ഉണ്ടാവുമോ? ഓ, ചെവിയുടെ പൂക്ക പോയി. നിന്നോട് ഞാൻ പറഞ്ഞു എന്റെ നേരെ വിരൽ ചൂണ്ടരുത് എന്ന്. നീ എന്തേ ചെയ്തേ? അവന്റെ കൂട്ടുകാരൻ പറയുന്നത് കേട്ടാണ് ഞാൻ ചുറ്റും നോക്കുന്നത്. നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ചുറ്റും കൂടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇത്രയും ആളുകൾ എന്നെ തല്ലിയത് കണ്ടോ? ദീപു, വന്നല്ലോ എന്റെ ചങ്ക്. ഇവൻ എന്തിനാ നിന്നെ തല്ലിയത്? അവളുടെ കയ്യിരിപ്പ് കാരണം. ഇവൾ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ പറയുന്നത്? എന്താ പ്രശ്നം? ആരോ ഒരാൾ ചോദിച്ചു. പിന്നീട് ഒരുപാട് പേര് ചോദിച്ചു. എനിക്ക് സങ്കടം കാരണം ആരോടും ഒന്നും പറയാതെ ഞാൻ വേഗം അവിടെ നിന്നും പുറത്തേക്കൂടി. എൻ്റെ കൂടെ അവളും വന്നു. ഞങ്ങൾ വേഗം വണ്ടിയെടുത്ത് അവിടെ നിന്നും ബീച്ചിലേക്ക് പോയി. ദീപു സാരമില്ല. ഒന്ന് മിണ്ട് എന്നോട്. ഇണക്കമാണോ? ആണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഡീ, നീ അങ്ങനെ രക്ഷപ്പെടില്ല. ഞാൻ വിടില്ല മോളെ. ഇപ്പൊ ശരിയായി. അപ്പൊ പോരട്ടെ, എന്താ അവനുമായി പ്രശ്നം? ഹെടി, ഇവനാണ് അന്ന് കല്യാണത്തിന് തല്ലുകൂടിയ പ്രശ്നം. വാട്ട്? അതെടി, ഇവൻ തന്നെയാ. അവനാ ഇന്ന് പ്രശ്നമുണ്ടാക്കിയ, ഞാനല്ല. എന്നിട്ട് നടന്നത് പറഞ്ഞു കൊടുത്തു. ഇതിന് ഞാൻ പ്രതികാരം വീട്ടും. നോക്കിക്കൊന്നി. എന്താടി ഇല്ലേക്കുന്നേ? പ്രതികാരം എന്ന് പറഞ്ഞ് നീ അങ്ങ് ചെല്ല്, അപ്പൊ മനസ്സിലാവും മോളെ. ഒരു പാവം, എന്നെ അവൻ തല്ലിയില്ലേ? ഇതിനു മുമ്പ് നിന്നെ തല്ലിയിട്ടില്ലേ? എടി കൈതേ, അന്ന് ഞാനും അവനും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നോ ഒരുപാട് പേരുടെ മുമ്പിൽ വെച്ചാ. നീ സങ്കടപ്പെടല്ലേ, നമുക്ക് വഴിയുണ്ടാക്കാം. അയാളെ തിരിച്ചു ചെല്ലാൻ പറ്റാത്തതാണ് എൻ്റെ സങ്കടം മോളെ. നീ നന്നായെന്ന് ഞാൻ അറിയാതെ ഒന്ന് വിചാരിച്ചു പോയി. ഒന്ന് പോടി. ഇതിന് മറുപടി ഈ ദീപു കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ പേര് നിന്റെ പട്ടി കിട്ടോ? ഒന്ന് പോടി. ഞാൻ ഒരു പട്ടിയെ വാങ്ങിയാൽ അതിന് നിന്റെ വൃത്തികെട്ട പേരൊന്നും ഇടില്ല. നല്ല സൂപ്പർ പേരെ ഇടും. തെണ്ടി, എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, നിന്റെ പട്ടിക്ക് അമ്മൂന്ന് കേട്ടോ. അപ്പോ ഒരു പേര് വിളിച്ചാ പോലെ, അത് നല്ല സൂപ്പർ പേരല്ലേ? അത് ശരിയാലേ. അത് പറഞ്ഞ് ആലോചിച്ച്. തെണ്ടി, നീ എന്നെ ആക്കിയതാലേ? അതേലോ. നിന്നെ ഞാൻ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ തല്ലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അവളെ അവളുടെ വീട്ടിലാക്കി എൻ്റെ വീട്ടിലേക്ക് പോയി. നേരെ അതാ കിടക്കയിലേക്കൊരു കിടത്തമായിരുന്നു. കുറച്ചു നേരം കൂടി അമ്മേ. ഇത് അമ്മയല്ല. മനുഷ്യനും ഉറങ്ങാനും സമ്മതിക്കില്ല. ആരത്? ചേച്ചിയാ. ഡി, ഉറക്ക പിശാചേ, എണീക്കടി. നിനക്ക് നല്ലൊരു മോട്ടം പണി എത്തിയിട്ടുണ്ട് മോളെ. എന്ത് പണി? ഇന്നലെ ആരിൽ നിന്നാ മോള് തല്ല് വാങ്ങിച്ചേ? അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ മാത്രമല്ല, എല്ലാവരും അറിഞ്ഞു. എന്ത്? നിനക്ക് വേണ്ടി കാത്തിരിക്കാവർ. വാ മോളെ. എടി ചേച്ചി, എന്താ പ്രശ്നമാകുന്നു? ഏകദേശമൊക്കെ. എങ്ങനെ അറിഞ്ഞേ? ഫോണിലൂടെ. വാട്ട്? ഫോണിലോ? നീ എന്തീ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. അതെല്ലാം മനസ്സിലാവും. തീരെ ഫോൺ എടുത്ത് നോക്ക്, എന്നിട്ട് പറ. ഞാൻ വേഗം ഫോൺ നോക്കി. അയ്യോ പണി, ഫോണും വെള്ളത്തിലായല്ലോ. പാലും വെള്ളത്തിലെന്നല്ലേ പറയാറ്? എനിക്ക് ഫോണും വെള്ളത്തിലല്ലേ. ഫോണും വെള്ളത്തിനാ മോളെ കിട്ടി. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഏതോ ഒരു തെണ്ടി എന്നെ തല്ലുന്നത് വീഡിയോ അങ്ങ് വൈറലാക്കി. അങ്ങനെ ഞാനും ഫേമസ് ആയി. പക്ഷേ ഇതൊരുമാതിരി പണിയായി. അതും എന്നെ തല്ലുന്നത്. ഓ ഗോഡ്, പണിപ്പാളി. ആ വീഡിയോക്ക് എത്രയാ ലൈക്കും കമൻറ്റും ഷെയറും കിട്ടിയിരിക്കുന്നത്. ഒരു കമൻറ്റ് കണ്ട് തൊലി ഉരിഞ്ഞു മക്കളെ. ഇവളെ കണ്ടാൽ പറയില്ലല്ലോ. ഒരുത്തൻ്റെ പിന്നാലെ മണപ്പിച്ച് നടക്കാതെ വേറെ വല്ല പണിക്കും പോ കൊച്ചേ.
ഓ ഗോഡ്, ഇനി വായിക്കാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ല. അവനെ ഞാൻ കൊന്നു കുഴിച്ച് മൂടും തെണ്ടി പറ്റിച്ചിട്ട് അലവലാതെ ദുഷ്ടം. ഓ മതി മോളെ, ഇനിയും കേൾക്കാൻ എനിക്ക് സാധിക്കില്ല. അവനുമായി എന്താ പ്രശ്നം? അവനാണ് അന്ന് മീനയുടെ കല്യാണത്തിന് പ്രശ്നമുണ്ടാക്കിയത്. പിന്നീട് ഇന്നലെ പ്രശ്നം പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു വയസ്സിന് വ്യത്യാസമുള്ളൂ. അതായത് എൻ്റെ ആദ്യത്തെ ചങ്കാണ് എൻ്റെ ചേച്ചി. നമുക്ക് ഒരു വഴി കണ്ടെത്താം. ഇപ്പോൾ അവരോടൊന്ന് സംസാരിക്കാം, വാ. ഡി ചേച്ചി, അമ്മയും അച്ഛനും കലിപ്പിലാണോ? അതല്ലേ നിന്നെ അമ്മ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചേ. അത് നേരത്തെയോ? അതേലോ, സമയം 8 മണിയായിട്ടുള്ളൂ. സംഭവം ഗുരുതരമാണ്. എന്താ മോളെ ഇത്? എന്തിനാ ആ പയ്യൻ നിന്നെ തല്ലുന്നത്? അത് വെറുതെ. എന്തോ? എങ്ങനെ? സത്യം പറയടി. അത് അമ്മേ, ഞാൻ ലേബറിൽ ഉറങ്ങി പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. ദീപു, അതിനവൻ നിന്നെ തല്ലില്ല. നീ കാര്യം പറയുന്നതാ നിനക്ക് നല്ലത്. അവസാനം ഞാൻ നടന്നത് മണിമണിയായി പറഞ്ഞു. ഇല്ലെങ്കിൽ അമ്മ ഇവിടെ യുദ്ധം നടത്തും. ആണുങ്ങളുടെ നേരെ കയ്യുയർത്തി സംസാരിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അത് അയാൾ വീട്ടുകാരെയൊക്കെ പറഞ്ഞപ്പോ എന്താ വീട്ടുകാരോടുള്ള സ്നേഹം. ഞാൻ ചേച്ചിയെ നോക്കി. അവളാണ് ഈ കളിയാക്കി ചിരിച്ച. തെണ്ടി കാണിച്ചു തരാം. എന്താടി പിറുപിറുക്കുന്നത്? അത് അമ്മേ, ഞാൻ വളരെയധികം സങ്കടം മുഖത്ത് വരുത്തി പറഞ്ഞു. അമ്മയുടെ ഉള്ളിലെ വിഷമം കാരണമാണ് ദേഷ്യപ്പെടുന്നതെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. മക്കൾ ഇവിടെ വാ. അച്ഛൻ എന്നെയും ചേച്ചിയെയും അടുത്തേക്ക് വിളിച്ചു. നിങ്ങൾ പെൺകുട്ടികളാണ്. അതിനാൽ തന്നെ എൻ്റെയും നിങ്ങളുടെ അമ്മയുടെയും മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ആദിയാണ് മക്കളെ. നിങ്ങൾ കണ്ടില്ലേ ഫോണിലൂടെ എല്ലാമുള്ള കമൻ്റ് ഉൾപ്പെടെ? നിന്നെക്കുറിച്ച് സമൂഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. മോള് വിഷമിക്കരുത്. കാരണം ഞങ്ങൾക്കറിയാം നീ എങ്ങനെയാണ് എല്ലാം. പക്ഷേ എൻ്റെ അച്ഛേ, ഞങ്ങൾ വളരെയധികം ബുദ്ധിമതികളും സുന്ദരികളും, എന്തിനു പറയുന്നു, വിവരമുള്ളവരുമാണ്. ചേച്ചി മതി, ഞാൻ പറയാം. ഇവളെന്തൊക്കെയോ വിളിച്ച് പറയുന്നത്. ഒന്ന് ബോഡി, ഞാൻ പറയട്ടെ. അതായത് അച്ഛേ, ഇങ്ങനെയുള്ള കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്നവരല്ല അച്ഛയുടെ മക്കൾ. ഇതെല്ലാം പോരാടാൻ കഴിവുള്ളവരാണ്. ഇതൊക്കെ ഓർത്ത് ദീപുവിന് സങ്കടമാവും എന്നോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. എനിക്കോ ഇവൾക്കോ ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നുള്ളത് അച്ഛനും അമ്മക്കും അറിയാം. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എനിക്ക് എന്നെയും നിങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസമുണ്ട്. അത് മതി ഞങ്ങൾക്ക്. ഇങ്ങനെ ഉണ്ടായത് ഞാൻ സങ്കടപ്പെട്ടൊന്നും നടക്കില്ല. ഇതൊക്കെ എനിക്ക് പുല്ലാണ്. എനിക്ക് അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് നന്നായി ടെൻഷനുണ്ട് കേട്ടോ. എന്താണ് മാഷേ ഒരു ദുഃഖം? ഇത്രയും നല്ല മക്കളെ കിട്ടിയ നിങ്ങൾ ഭാഗ്യന്മാരല്ലേ ചേച്ചി? അതെ, ഞങ്ങളെ പോലത്തെ മക്കളെ എവിടുന്ന് കിട്ടും നിങ്ങൾക്ക്? എൻ്റെ പൊന്നു മക്കളെ, മതി ഇങ്ങനെ തള്ളി തള്ളി ഈ വീട് പൊളിക്കരുത്. എനിക്കിനിയും ഉണ്ടാക്കാൻ വയ്യ. അമ്മ ചിരി കടിച്ചു പിടിക്കുവാണ്. മക്കളിപ്പോൾ മുറിയിലേക്ക് പൊക്കോ. കേൾക്കാൻ നിൽക്കാം. ഞാൻ മുറിയിലെത്തി. സാധാരണ കണ്ടുവരുന്ന പോലെ വീട്ടിൽ ചേച്ചി പാവം, അനിയത്തി കുറുമ്പി, അല്ലെങ്കിൽ ചേച്ചി കുറുമ്പി, അനിയത്തി പാവം, ഇങ്ങനെയുള്ള ഇതിലൊന്നും ഞങ്ങളെ കൂട്ടില്ല. ഞങ്ങൾ രണ്ടും എല്ലാ കാര്യത്തിലും ഒരേപോലെയാ. ഒരു കാര്യത്തിലൊഴിച്ച്, അതായത് എനിക്ക് ഉറക്കത്തിൻ്റെ അസുഖമുണ്ട്, അവൾക്കതില്ല. അതേ ഉള്ളൂ, ആകെയുള്ളൊരു പോരായ്മ. അത് ഞാൻ ഉറങ്ങി നികത്താൻ ശ്രമിക്കുന്നുമുണ്ട്. എല്ലാ പൊട്ടത്തരത്തിലും പോയി ചാടാനും ചളിയടിക്കാനും തള്ളാനും എല്ലാത്തിനും മുമ്പ് ഞാനും ചേച്ചിയും ഫസ്റ്റാണ്. എന്നെ കൊണ്ട് വയ്യ. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്നത്. അതായത് ആരുമായി തല്ലുണ്ടാക്കിയിട്ടില്ല എന്നല്ല, ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും അറിയുന്നവരെയുള്ള കാര്യങ്ങൾ ആദ്യമായിട്ടാണ്. അതാണൊരു കുഞ്ഞു വിഷമം. അവിടുന്ന് വീരവാദം മുയക്കി ഇവിടെ വന്ന ശോകം അടിച്ചാണ്ടല്ല ചവിട്ടിക്കൂട്ടി മൂലക്കിടും, ഓർത്തോ ചേച്ചി. വെറുതെ ഡി, ഇനി വല്ല പണിയും കിട്ടുമോ എന്നാ എൻ്റെ ഒരു പേടി. ചേച്ചി ഉണ്ടാവുമോ അറിയില്ല. ഇനി സാരില്ല, പേരിനെടുത്ത് വെച്ച് നമുക്ക് നോക്കാം. ചേച്ചി അതെ, വെറുതെ സമയം കളയണ്ട, ഞാൻ ഉറങ്ങാം. എന്നാൽ ഞാനുമുണ്ട്. വൈകുന്നേരമാണ് ഞങ്ങൾ എണീക്കുന്നത്. രാവിലെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാനും അവളും. ടെൻഷൻ അടിച്ചാൽ വേഗം ഉറക്കം വരും. എനിക്കും അവൾക്കും ഒരു ബോധം ഉണ്ടാവില്ല. പിന്നെ അന്നത്തെ ദിവസം അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഉണ്ടായില്ല. ആ ദിവസം അങ്ങനെ കൊഴിഞ്ഞു പോയി. എന്താടി
എന്നെ ചവിട്ടി നിനക്ക് വിളിച്ചാ പോരെ? ഓ, വിളിച്ചാൻ എണീക്കുന്ന ഒരു സാധനം. എന്താണ് നീ വലിയ കലിപ്പിലാണല്ലോ. എന്ത് പറ്റി? ഇതിലും കൂടെ നീ എന്ത് പറ്റാ? എന്താ എടി, ഇന്ന് ആരോ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന്. എന്നോ? അതെന്താ ഒന്നും പറയാതെ? എന്തായാലും നിനക്ക് പണി കിട്ടി. അയ്യടി, എനിക്ക് മാത്രമല്ല നിനക്കുമുണ്ട് പണി. എനിക്കുമുണ്ടോ? രണ്ടുപേരെയും കാണാൻ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. താടിക്ക് കൈ കൊടുത്ത് ചേച്ചി കിടക്കയിൽ കിടന്ന് മുകളിലേക്ക് നോക്കി. ഞാനും ഇവരിത് എന്ത് ഭാവിച്ച? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇന്നലത്തെ സംഭവത്തിന് ശേഷം ഇവരൊന്നും തന്നെ പറഞ്ഞില്ലല്ലോ. ഇതെങ്ങനെ മുടക്കും? അത് മാത്രമല്ല, നമ്മൾ രണ്ടുപേരും കാണാൻ അതും ഇന്ന് തന്നെ. നിങ്ങൾ പോയി വേഗം റെഡിയാവ്, അവരിപ്പോ എത്തും. എന്തിനാ അമ്മ ഞങ്ങളെ നിങ്ങൾ പറഞ്ഞു വിടുന്നത്? ചേച്ചി കുറേ സങ്കടം വാരി വിതറി പറഞ്ഞു. അയ്യേ, എന്താ പിന്നെ, പോയി രണ്ട് റെഡിയാവ്. അമ്മേ, ഞങ്ങൾ ഒപ്പം വിളിച്ചു. നിങ്ങളിപ്പോൾ പോയി റെഡിയാവ്. എന്തിനാ ഇത് നടത്തുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. ഡി, ഇത്രയും സുന്ദരിയായി ഒരുങ്ങി നിന്ന് ആരാണ് അവ കാണാൻ വരുന്നത്? തീ, എന്തായാലും നിന്നെയും എന്നെയും ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൻ പറ്റൂ എന്ന് നമ്മൾ ആദ്യമേ അമ്മയോടും അച്ഛനോടും പറഞ്ഞതല്ലേ? അപ്പോൾ ഒരു വീട്ടിലേക്ക് തന്നെയാവും. അതായിരിക്കും ഒരുമിച്ച് നടത്തുന്നത്. ഇല്ലെങ്കിൽ ഞാനിവിടെ യുദ്ധം നടത്തും. ഓ, നീ ഇപ്പത്തെ കല്യാണം നടത്താനാണോ നിൽക്കുന്നത്? അതല്ല, എന്തായാലും വരവല്ലേ, അപ്പോൾ ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു. അത് ശരിയാ, വല്ല ചുള്ളന്മാരും വന്നാൽ മതിയായിരുന്നു. നിങ്ങൾ റെഡിയായോ? എങ്കിൽ വാ, അവരിപ്പോൾ എത്തും. അടുക്കളയിൽ നിൽക്കുക ഞങ്ങൾ. ഡി, ഇനി ആ തല്ല് പ്രശ്നം കൊണ്ടാണോ ഇവർ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്? എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ മുടക്കാതെ തന്നെ മുടങ്ങും. അതെന്താ? ഇന്നലത്തെ എല്ലാവരും അറിഞ്ഞില്ലേ? അപ്പോൾ അവരെന്നെ തെറ്റിദ്ധരിച്ച് ഒഴിവാക്കും. നീ ഇപ്പോഴും അതാലോചിക്കുവാണോ പെണ്ണെ? അവർക്ക് വേണ്ടെങ്കിൽ നമുക്ക് ചുക്കുമില്ല. നീ എന്തിനാ അതാലോചിക്കുന്നത്? നീ അതിനെപ്പറ്റി നീ മിണ്ടിയാൽ. ചേച്ചി, എനിക്കതോർത്ത് സങ്കടമൊന്നുമില്ല. ഇത് മുടങ്ങിയാൽ നമുക്ക് പുറത്തു പോയി ആഘോഷിക്കാം. അത് ഞാൻ പറയുവാൻ നിൽക്കുമായിരുന്നു. പക്ഷേ അവനെ കണ്ടാൽ അവനെ ഞാൻ വെറുതെ വിടില്ല. കണ്ട നമുക്ക് പണി കൊടുക്കാം, ഞാനുണ്ടാവും കൂടെ. അങ്ങനെ നിന്നെ തല്ലി അവനെ വെറുതെ വിടാൻ പറ്റില്ല. ദേവു, മക്കളെ, അവർ വന്നു. ഇതും പിടിച്ച് നിങ്ങൾ നടക്ക്. അതപ്പോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. എന്ത്? അല്ല, അവർ വന്നത് നിങ്ങളോട് പറഞ്ഞല്ലേ അവർ വരാറ്. നിങ്ങൾ ചായ കൊടുക്കാൻ നോക്ക്. നടക്കാൻ കേട്ടോ. അയ്യോ, അമ്മ ടെറർ. നല്ല അമ്മയല്ലേ, നിങ്ങൾ ചായ കൊടുക്കും. ഞങ്ങൾ രണ്ടുപേരില്ലേ, ഞങ്ങൾ പുറകെ വരാം. നിങ്ങളെയല്ലേ കാണാൻ വരുന്നത്, എന്നെയല്ലല്ലോ. പ്ലീസ് അമ്മ, ഞങ്ങൾ രണ്ടിൽ ഒരാൾ കൊടുത്തിട്ടില്ലെങ്കിലും നല്ലതല്ലേ അമ്മ? അമ്മ ഞങ്ങളെ ഒന്ന് ദേഷ്യത്ത് നോക്കി. ഞങ്ങൾക്ക് സങ്കടമാവുമെന്ന് വിചാരിച്ച് അമ്മ അത് പിടിച്ച് നടന്നു. ഞങ്ങൾ കൈ ചേർത്ത് പിടിച്ച് നടന്നു. അവിടെ ഒരു ചുള്ളൻ. കാണാനല്ല കൊള്ളാം. പക്ഷേ അവൻ ചേച്ചിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ചേച്ചിയെ നോക്കുമ്പോൾ ചേച്ചി പ്രേതത്തിനെ കണ്ടപോലെ നിന്ന് വിയർക്കുന്നു. എന്നെ ദയനീയമായി ഒന്ന് നോക്കി. അവൾ കയ്യിൽ നന്നായി അമർത്തി പിടിച്ചിരുന്നു. ചേച്ചിക്ക് എന്ത് പറ്റി എന്ന് വിചാരിച്ച് നോക്കിയാൽ ഞാൻ കാണുന്നത് എന്നെ കലിപ്പിച്ച് നോക്കുന്ന അവനെയാണ്. ഞാൻ ശരിക്കുമില്ലാതായിപ്പോയി. അവനെ കണ്ടപ്പോൾ ഓർമ്മ വന്നത് ആ തല്ലാണ്. ഇവനെ ഞാൻ കൊല്ലും. ഇവൻ കാരണമോ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്നത്. തുടരും.